ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലത്തെ ഒരു സ്പിൻ ഓഫ് മൂവി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും വരിക? ജോൺ വിക്കിൻ്റെ ആ ഒരു മൂവീസിലത്തെ എന്താണോ ഒരു ഫൈറ്റ് സീക്വൻസുകളും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി പാറ്റേൺ എന്താണോ അത് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവി, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു പടം. അതാണ് ബലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. ശരിക്കും ഈ ഒരു സിനിമയുടെ ട്രെയിലറും ടീസറും അതുപോലെ തന്നെ അനൗൺസ്മെന്റ് ടൈമിലത്തെ പല ഇതിൻ്റെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു പിക്ചർ ഉണ്ട്. ഓക്കെ, ഈ ഒരു സിനിമ ഇങ്ങനെയായിരിക്കും ഓഫർ ചെയ്യുക, നല്ല ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ ഉണ്ടാവും എന്നൊക്കെ. അതെല്ലാം തന്നെ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻസിനെ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമയുടെ മേക്കിംഗ് ഒക്കെ. ആനാ ഡിയാമാസിൻ്റെ ആ ഒരു പ്രസൻസ്, സ്ക്രീൻ പ്രസൻസ് തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം പല സീക്വൻസുകളും ഫൈറ്റ് സീക്വൻസുകളിലൊക്കെ അവരിട്ടിട്ടുള്ള ഒരു എഫേർട്ടുകൾ അല്ലെങ്കിൽ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ തന്നെയാണ് ഈ സിനിമയെ മെയിനായിട്ട് കാണാൻ പിടിച്ചിരുത്തുന്നത്. ശരിക്കും ജോൺ വിക്ക് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കളർ പാറ്റേൺ, ഒരു കളർ ഗ്രേഡിംഗ് ഉണ്ട്. ഇവിടെ അത് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കുറേ പർപ്പിൾ ആ ഒരു കളർ ഷെയ്ഡാണ് നമുക്ക് പല സീക്വൻസിലും കാണാൻ സാധിക്കുക. ആൻഡ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റോറി എന്നുള്ള രീതിയിൽ അവരുടെ ഈ ഒരു ബിഗിനിങ് നല്ല രീതിയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെയുള്ള വളരെ ഹൈപ്പിൽ ഇറങ്ങുന്ന പല പടങ്ങളും നമ്മളെ പലപ്പോഴും നിരാശപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ആ ഒരു പേര് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പടത്തിൻ്റെ തുടക്കം തൊട്ടിട്ട് അവസാനം വരെ പലയിടത്തും ഈ സ്റ്റോറീനെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുവേണ്ടത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റോറി തന്നെ, പക്ഷെ അതിലേക്ക് അതിൻ്റെ ആ ഒരു ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ പേര് കളയാത്ത രീതിയിൽ ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിനെ കാസ്റ്റിങ്ങുകളൊക്കെ നല്ല പക്കയായിട്ട് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ശരിക്കും പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ സ്റ്റോറി ഏത് ടൈം ലൈനിലാണ് നടക്കുന്നത് എന്നുള്ളത്. ജോൺ വിക്ക് 3ക്കും ജോൺ വിക്ക് 4നും ഇടയിലാണ് ഇതിൻ്റെ സ്റ്റോറി ശരിക്കും നടക്കുന്നത്. ആൻഡ് ഇതിൽ നമ്മുടെ ജോൺ വിക്കിൻ്റെ ആ ഒരു ക്യാമിയോസ് നമുക്കറിയാം, ആ ഒരു നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ ശരിക്കും ഉണ്ട്. അത്യാവശ്യം നമുക്ക് ആഘോഷിക്കാനുള്ള സാധനങ്ങളൊക്കെ, ഓഡിയൻസിനെ ആഘോഷിക്കാനുള്ള പിടിച്ചിരുത്തുന്ന പല സീക്വൻസുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു കോണ്ടിനെൻ്റൽ ഹോട്ടലത്തെ ആ സ്റ്റാഫുകളൊക്കെ നമുക്ക് പരിചയമായിട്ടുള്ള പലരെയും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാ ഡിയാമാസിനെ ഈ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്തത് നല്ലൊരു തീരുമാനമാണെന്ന് നമുക്ക് തോന്നും. കാരണം ഈ സിനിമയുടെ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഇതിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർക്ക് കടന്നു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ശരിക്കും പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കിതിൽ കാണാൻ പറ്റും. ഈവൻ ആ ഒരു ഫൈറ്റ് സീക്വൻസിലായാലും ഇമോഷണൽ സീൻസിലായാലും ശരി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരുടെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സും, ഈവൻ അതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രഫി, അത് എടുത്തു പറയാതെ വയ്യ. ശരിക്കും പറഞ്ഞ ജോൺ വിക്ക് ഫ്രാഞ്ചൈസിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് ആഡ് ചെയ്യാവുന്ന, ഓക്കെ, ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ പേര് കളയാത്ത ഒരു മൂവി എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്ന പടം തന്നെയാണ് ബലറീന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇതൊരു OTTക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാതെ നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല പോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവർ ഈ പടം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ വയലൻസ് സീക്വൻസ് ശരിക്കും മുമ്പത്തെ ജോൺ വിക്ക് മൂവീസിന്റെ അത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്കില്ല. പക്ഷെ അത്യാവശ്യം നല്ല പോലെ തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവത്തെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അത് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ പടം നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണുക.